ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബനാന ചിപ്സ് ആണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലേ ഈ ബനാന ചിപ്സ്. നമ്മൾ എവിടെ ചെന്നാലും മലയാളികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം എന്ന് പറഞ്ഞാലും ഈ ബനാന ചിപ്സ് തന്നെയാണ്. അതും മിച്ചറും ഒക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് പച്ച ഏത്തക്കയാണ്. പഴുത്ത ഏത്തക്ക വെച്ച് നമ്മൾ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഒതൻറ്റിക് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ച ഏത്തക്കയാണ് എടുക്കേണ്ടത്. ഞാൻ സൈഡിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഞാനിവിടെ 2 പച്ച ഏത്തക്കയാണ് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഏത്തക്ക നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ തേച്ചിട്ട് ഏത്തക്ക വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ കറയൊക്കെ പറ്റാതിരിക്കും. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. പച്ച ഏത്തക്കയായതുകൊണ്ട് കുറച്ച് കട്ടിയായിരിക്കും കേട്ടോ, അത് തൊലിയൊക്കെ ഒന്ന് ഇളകി വരാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളൊക്കെ തൊലി കളയുന്ന ആ പീലറില്ലേ, ആ പീലർ വെച്ചിട്ട് നമുക്ക് ഈ പച്ചക്കായൊക്കെ തൊലി കളയുന്നത് പോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ കിട്ടുന്ന പച്ച ഏത്തക്കയൊക്കെ ഒരു ദിവസമേ പച്ചയായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. എല്ലാം ചൂളയിൽ കയറ്റിയിട്ടുള്ള ഏത്തക്കയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഇതങ്ങ് പഴുത്തു പോകും. അതുകൊണ്ട് നിങ്ങൾ ചിപ്സ് ഉണ്ടാക്കാനാണെങ്കിൽ അന്ന് തന്നെ മേടിച്ച് അന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അടുത്ത ദിവസമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. പുറത്ത് വെച്ചിരുന്നാൽ എന്തായാലും അതങ്ങ് പഴുത്ത് പോവും. അപ്പോൾ നമ്മൾ ഏത്തക്ക നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീൽ ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് നല്ലൊരു തിന്നായിട്ടാണ് കിട്ടുന്നത്. ഒരേത്തക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും തിൻ സ്ലൈസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഒരിത്തിരിയും കൂടി കട്ടിയാകാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരേത്തക്കയാണ് എടുത്തിരിക്കുന്നത്. 2 ഏത്തക്കയുടെ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒരേത്തക്ക ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ നേരം നമ്മളിത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്കയുടെ കളറ് മാറി ഒരു ഡാർക്ക് കളർ, ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഏത്തക്ക എടുത്തിട്ട് ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യാനൊരു പാൻ എടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തോനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. ഒരു കടായി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏത്തക്കയുടെ സ്ലൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 2-3 എണ്ണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൈവച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ പല ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ചിപ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ചിപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മൊത്തം 2 ഏത്തക്ക കൊണ്ടാണ് ഇന്ന് ചിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം ചിപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇനി എത്ര രൂപ കൊടുക്കണമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ ബനാന ചിപ്സ്, അല്ലെങ്കിൽ നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്ക വെച്ചിട്ടുള്ള ചിപ്സ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഓണത്തിന് സദ്യയിൽ വിളമ്പാനായിട്ട് നമ്മുടെ ഇലയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബനാന ചിപ്സ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.